ഹലോ, അങ്ങനെ 1700-ാമത്തെ മൗനരാഗം ക്ലൈമാക്സ് എപ്പിസോഡ് കുറച്ച് നാടകീയത കൂടിപ്പോയോ എന്നൊരു സംശയമില്ലാതില്ല. എന്നിരുന്നാലും നമ്മുടെ സരയുന്റെ ചതി എല്ലാവരും അറിയുകയാണല്ലേ. അതിനുശേഷം നമ്മുടെ സരയു കല്യാണിയുടെ വീട്ടിൽ വന്ന് കല്യാണിയെ കൊല്ലാൻ കുറെ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് നമ്മുടെ കല്യാണി കിരണിനടുത്ത് പറയുന്നുണ്ട്. അതായത് വീട്ടിൽ വന്നിട്ട് അപ്പൊ ലക്ഷ്മിയമ്മയും കാർത്തിക് കൂടെ ഉണ്ടായി, കിരൺ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണി ഇങ്ങനെ കിരണോട് കിരൺ വീട്ടിൽ വരുമ്പോൾ കാര്യങ്ങൾ പറയുകയാണ്. അവൾ എന്നോട് വിളിച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൊണ്ടുപോയി മുറി കുറ്റിയിടുകയായിരുന്നു. ശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് എന്നെ കുറെ കൊല്ലാൻ ശ്രമിച്ചു കിരണേട്ടാ, ഞാൻ എന്തോ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടെ എന്നൊക്കെ പറയാട്ടോ. ശേഷം നമ്മുടെ സരയുവിനെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടി സരയുണ്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടിട്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രകാശൻ 5 കൊല്ലങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി തിരികെ തന്റെ പെൺമക്കളുടെ അടുത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാട്ടോ. അപ്പൊ അതേസമയം തന്നെ പ്രകാശന്റെ വരവിന് പിന്നാലെ തന്നെ നമ്മുടെ ഷാരി വരുന്നുണ്ട്. എന്നിട്ട് ഷാരി പറയുന്നുണ്ട്, എന്റെ മകളും മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആരും പേടിക്കണ്ട, അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ മോളെ എന്താ പറയാ, മോളെ നമ്മുടെ രൂപയും ചന്ദ്രസേനനും തന്നെ നോക്കിക്കോളൂ, മോളെയും എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ തന്നെ വളർത്തിക്കോളൂ എന്നും പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ഷാരി വന്ന് പറയുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കിരണും കല്യാണിയും കൂടെ നമ്മുടെ സരയുവിനെ മെന്റൽ ഹോസ്പിറ്റലിൽ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ സരയു ആണെങ്കിൽ അവിടെ കിരൺ എന്റേത് മാത്രമാണെന്ന് അവിടെ മതിൽ ഫുള്ള് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ ആ ഒരു ക്ലൈമാക്സ് രംഗം എന്നോണം നമ്മുടെ അച്ഛനും പെൺമക്കളൊക്കെ കൂടെ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയും നമ്മുടെ കിരണും എല്ലാവരും കൂടെ ഒരു സെൽഫി എടുക്കുന്ന ഒരു രംഗങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ക്ലൈമാക്സിനെ പറ്റി? ഇതായിരുന്നോ നിങ്ങൾ പ്രതീക്ഷിച്ച ക്ലൈമാക്സ്? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.